Hi friends, Sonal Sad's YouTube channel. It's me Sonal Sad. Earphone use ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു മെയിൻ പ്രോബ്ലം ആയിരിക്കും ഇയർഫോണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഒന്നെങ്കിൽ ലെഫ്റ്റ് ആവുക റൈറ്റ് ആവുക ഏതെങ്കിലും ഒരു സൈഡ് വർക്ക് ആവാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ആ പ്രോബ്ലം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ റിപ്പയറിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ വൺ സൈഡ് മാത്രം വർക്ക് ചെയ്യാതെ ഇയർഫോണിന് കംപ്ലൈൻറ്റ് വരുന്ന പോർഷൻസ് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വെച്ചാൽ ഈ സ്പീക്കറിൻ്റെ ഭാഗത്ത്, രണ്ടാമത്തത് ബോർഡ്, അതായത് മെയിൻ ബോർഡിൻ്റെ ഭാഗത്ത്, മൂന്നാമത്തെന്ന് വെച്ചാൽ പിന്ന്, ആ ഒരു പിന്നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. പിന്നെ നാലാമത്തെന്ന് വെച്ചാൽ വയറിൽ എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, കട്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ ഈ ഒരു കേസിൽ വയറിന് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബോർഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ബ്ലേഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഈ ഒരു സർക്യൂട്ട് ബോർഡ് പുറത്തേക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം, വയറൊന്നും ഡാമേജ് ആവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ബോർഡിലേക്കുള്ള കണക്ഷൻ നോക്കുമ്പോൾ വയറൊന്നും ഡാമേജോ അതേപോലെ തന്നെ ഡിസ്കണക്റ്റോ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബോർഡിനല്ല കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ നിന്ന് ഈ ഒരു പിന്നിലേക്കുള്ള കണ്ടിന്യൂറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ലെഫ്റ്റ് റൈറ്റിലും കറക്റ്റ് കണക്ഷൻ ഈ ഒരു പിന്നിലേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മൾട്ടിമീറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് മൾട്ടിമീറ്റർ വേണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഒരു LED ബാറ്ററിയും കുറച്ച് വയറും യൂസ് ചെയ്തിട്ട് നമുക്കൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് യൂസ് ചെയ്താലും നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രീൻ വയറാണ് ഇതിൻ്റെ റൈറ്റ്, അതേപോലെ തന്നെ ബ്ലൂ വയറാണ് ലെഫ്റ്റ്. അത് ആ ഒരു സർക്യൂട്ട് ബോർഡിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു പിന്നിൻ്റെ മേലെ, അതായത് ഈ ഒരു ഓക്സ് പിന്നിൻ്റെ ഏറ്റവും മേലത്തെ ടിപ്പിലുള്ള ഭാഗമാണ് ഇതിൻ്റെ ലെഫ്റ്റ്, അതിൻ്റെ അടിയിൽ വരുന്നത് റൈറ്റ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റൈറ്റിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റൈറ്റ് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വയറും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനി നമുക്കൊന്ന് ലെഫ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് നോക്കുമ്പോൾ റീഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി ലെഫ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇപ്പം അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നിൻ്റെ ആ ഭാഗത്ത് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നിന് മാത്രമല്ല വയറിനും ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നോക്കുമ്പോൾ വയറിന് ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു വയർ തന്നെയാണ്. അപ്പം മെയിനായിട്ട് പിന്നിന് തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നല്ല ടൈറ്റ് ഉണ്ടാവും ഈ ഒരു പിന്ന്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, കുറച്ച് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഗ്യാപ്പിൽ ഇതൊന്ന് വെച്ച് പ്രസ് ചെയ്തിട്ട് ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ഗ്ലൂവും കാര്യങ്ങളെല്ലാം ഒന്ന് റിമൂവ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നല്ല ഫോഴ്സ് തന്നെ ഒന്ന് വലിച്ചു കൊടുക്കുക. കണക്ഷൻസ് എല്ലാം പൊട്ടാൻ സാധ്യതയുണ്ട്, എന്നാലും അതൊന്നും സീനില്ല, നമുക്കത് ലാസ്റ്റ് സോൾഡർ ചെയ്യാൻ സാധിക്കും. അപ്പം നല്ല ടൈറ്റിൽ തന്നെ അത് വലിക്കും, നല്ല പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെ അത് വലിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പിന്ന് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണക്ഷൻസ് എല്ലാം കട്ടായിട്ടുണ്ട്. കണക്ഷൻസ് എല്ലാം നമുക്ക് പിന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും വയർ ബാക്കോട്ട് വലിക്കാൻ പാടില്ല. കാരണം അത് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിലെ ഹോൾ അത്ര വലുതായിരിക്കില്ല. അപ്പോൾ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ മുമ്പൊന്ന് വേണം ഇത് വലിക്കാൻ. അപ്പോൾ അതും അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടാവും, എന്നാലും മുമ്പ് തന്നെ വലിക്കണം. കാരണം ബാക്കിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചിടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വയറിലും കുറച്ച് ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തിട്ട് കുറച്ച് നല്ല ഫ്രഷ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ടർ ഇൻസുലേഷൻ കളയണം. അപ്പോൾ അതിനായിട്ട് ചെറിയ രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ടൊന്ന് ചെറിയ പ്രഷർ കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യാം. അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല, കാരണം ഉള്ളത്തെ വയറും കൂടി ഡാമേജ് ആവും. അപ്പോൾ ഇതേപോലെ ആദ്യം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ബെൻഡാക്കിയിട്ട് പിന്നെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ കാണും 4 വയറുണ്ടാവും. അപ്പോൾ ഈ 4 വയറിൻ്റെ ഇൻസുലേഷൻ നമുക്ക് കളയാനുണ്ട്, എന്നാലേ നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇൻസുലേഷൻ കളയാനായിട്ട് എന്തെങ്കിലും ലൈറ്ററോ അല്ലെങ്കിൽ ക്യാൻഡിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ ചൂടാക്കിയാൽ അതിൻ്റെ ഔട്ടർ ഇൻസുലേഷൻ അത് കരിഞ്ഞു പോകും. വയർ ചൂടാക്കിയതിന് ശേഷം ഒരു ബ്ലേഡോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ യൂസ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന്, അതായത് നമ്മൾ ആ കരിഞ്ഞ ഭാഗം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ കരിഞ്ഞ ഭാഗം റിമൂവ് ആവൂ, എന്നാലേ നല്ല രീതിയിൽ നമുക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ വയർ നല്ല രീതിയിൽ തിളങ്ങും. അപ്പോൾ പിന്നിൽ സോൾഡർ ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊന്നും കൂടി വെരിഫൈ ചെയ്യണം. അതായത് നമ്മളെ പിന്നിൻ്റെ ഇവിടെ തന്നെയാണോ കണക്ഷൻ കട്ടായിന്
അല്ലെങ്കിൽ ഈ വയറിൻ്റെ എവിടെയെങ്കിലും ഉള്ളിലായിട്ട് ഡാമേജ് ഉണ്ടോയെന്ന്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുക, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് അതൊന്ന് കണ്ടിന്യൂറ്റി നോക്കുക. അപ്പോൾ നേരത്തെ ബ്ലൂ വയറിനായിരുന്നു കണ്ടിന്യൂറ്റി ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പം ബ്ലൂ വയറിന് കറക്റ്റ് കണ്ടിന്യൂറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നിൻ്റെ അവിടെ വലിയ കണക്ഷൻ തന്നെയാണ് കട്ടായത്. അപ്പോൾ ഞാനിതിൻ്റെ കണക്ഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു പിന്നെന്ന് വെച്ചാൽ മൈക്കാണ്, അതായത് ഈ റെഡ് വയറാണ് മൈക്ക്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഗ്രൗണ്ട്, അതായത് ഗോൾഡ് വയർ, ഇത് ഗ്രൗണ്ട്. അവിടെ നമ്മൾ ഈ ഗോൾഡ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ഗ്രീൻ വയർ എന്ന് വെച്ചാൽ റൈറ്റ്, ഈ പിന്ന്. പിന്നെ ഇതെന്ന് വെച്ചാൽ ലെഫ്റ്റ്, അതായത് ആ ബ്ലൂ വയർ. മൈക്ക്, ഗ്രൗണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഇനി നമുക്ക് ഈ വയറൊക്കെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണക്ഷൻ ചെയ്യുമ്പോൾ ചെറിയ സോൾഡറിങ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് സോൾഡർ ചെയ്യാൻ വേണ്ടി. വലുതായാലും കുഴപ്പമില്ല, സോൾഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെല്ലാം കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടൂ. അപ്പോൾ നമ്മൾ വയറിലും കറക്റ്റ് രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. പക്ഷേ ക്യാപ്പ് ഇടുന്നതിന് മുമ്പേ ഇതൊന്ന് ചെറിയ രീതിയിൽ തണിയണം, കാരണം ഇത് നല്ല ചൂടുണ്ട് സോൾഡർ ചെയ്തുകൊണ്ട് തന്നെ. നമുക്കിത് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഈ റബ്ബർ ക്യാപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റബ്ബർ ക്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും. എന്നാലും നിങ്ങൾ നല്ല ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ, പക്ഷേ അധികം ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ വയർ കട്ടാവാണ്ടിരിക്കാൻ നോക്കണം. അപ്പം അത്യാവശ്യം ഒരു രീതിയിലുള്ള ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നിങ്ങളതൊന്ന് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപ്പ് അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ഇല്ലാണ്ട് തന്നെ വേറെ ഗ്ലൂവും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് ലൂസാണെങ്കിൽ ഗ്ലൂ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സൈഡ് മാത്രം വർക്ക് ചെയ്യാതെ ഇയർഫോൺ റിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇയർഫോൺ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ബോർഡ് ചെക്ക് ചെയ്തു, ബോർഡിന് കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ തമ്മിലുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തു, അതിനും കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ വരുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ സ്പീക്കറിൻ്റെ ഭാഗത്തായിരിക്കും. ആ സ്പീക്കറിൻ്റെ ഭാഗത്ത് വയർ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇയർഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ 4 കാര്യം ചെക്ക് ചെയ്യണം. അതായത് ഒന്നെന്ന് വെച്ചാൽ സർക്യൂട്ട് ബോർഡ്. ഫസ്റ്റ് നമ്മൾ എന്തായാലും സർക്യൂട്ട് ബോർഡ് തന്നെ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ പിന്ന് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വയർ ചെക്ക് ചെയ്യണം. അതിനുശേഷം സ്പീക്കർ, ഏറ്റവും ലാസ്റ്റാണ് സ്പീക്കർ. അപ്പോൾ എല്ലാവരും നമ്മൾ ആദ്യം തന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ പിന്നും കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ആയിട്ട് ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.